സിനിമയിലെ സൂപ്പർ താരങ്ങളും സാഹിത്യത്തിലെ സൂപ്പർ താരമായ സുകുമാർ അഴീക്കോടും തമ്മിൽ വാക്പോര് നടന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടൻ തിലകന് സിനിമയിൽ നിന്ന് വിലക്ക് നേരിട്ട സമയമാണ്. വിഷയത്തിൽ സുകുമാർ അഴീക്കോട് ഇടപെടുന്നു. പിന്നാലെ മറുപടിയുമായി മോഹൻലാൽ എത്തി. തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ വാക്പോര് തന്നെ ഉണ്ടായി. ഏതാണ്ട് ഈ സമയത്താണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നത്. ഇതിന് കാരണം സുകുമാർ അഴീക്കോട് കേന്ദ്രത്തിനയച്ച കത്താണെന്ന് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് പറയുന്നു. യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ആ കുരുക്കിൽ നിന്നും അവരെ രക്ഷിച്ചത് തെലുങ്കിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നു. അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചുപിടിക്കാനാവില്ല. ഇവിടെ കഥയുടെ തുടക്കം അഭിനയ ചക്രവർത്തിയായ തിലകന്റെ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മാഷ് അഭിപ്രായം പറഞ്ഞതായിരുന്നു. അതിന് മറുപടിയുമായി മോഹൻലാൽ എത്തുന്നു. തിലകൻ ഞങ്ങളുടെ കുടുംബാംഗമാണ്. സംഘടന അയാൾക്കെതിരെ അച്ചടക്ക നടപടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പുറത്തു നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായം കേൾക്കേണ്ടതില്ല എന്നതായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. ഞാൻ മോഹൻലാലുമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ കാരവാനുള്ളിലെ ടെലിവിഷനിൽ സുകുമാർ അഴീക്കോടുമായുള്ള പ്രശ്നങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടു. തിലകന് വേണ്ടിയുള്ള വാദം ഫ്ലാഷ് ന്യൂസിൽ ടെലിവിഷനിലൂടെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ ലാലിനോട് സ്നേഹത്തോടെ പറഞ്ഞു, യാതൊരു കാരണവശാലും അദ്ദേഹത്തെ എതിർക്കാൻ നിൽക്കരുത്. അതിന് ലാൽ നൽകിയ മറുപടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എതിർക്കാൻ തന്നെ കൂട്ടായ തീരുമാനം എടുത്തിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വാദപ്രതിവാദങ്ങളുടെ ഘോഷയാത്രയും ചാനലുകൾക്ക് ചാകരയുമായിരുന്നു. 40 പുസ്തകം എഴുതിയെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ആളാകില്ലെന്ന് മോഹൻലാൽ പറഞ്ഞത് മാഷിനെ കൂടുതൽ പ്രകോപിതനാക്കി. മോഹൻലാൽ കുങ്കുമം ചുമക്കുന്ന കഴുതയാണെന്നും കുങ്കുമത്തിന്റെ മണം അതിനറിയില്ല എന്നും മാഷ് തിരിച്ചടിച്ചു. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും കടന്നു പോകുന്നതെന്നും പ്രതാപത്തിന്റെ മധ്യാഹ്നം നഷ്ടപ്പെട്ടു പോയി എന്ന ഭയത്താൽ വെപ്രാളം കൊള്ളുകയാണെന്നുമാണ് മാഷ് പറഞ്ഞത്. വൃദ്ധരായ ആൾക്കാർ വൃദ്ധവേഷമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ആശയവും മാഷ് മുന്നോട്ട് വെച്ചു. ഇത് കേട്ട് ഫാൻസുകാരിളകി. പലയിടങ്ങളിലും സുകുമാർ അഴീക്കോടിന്റെ കോലം കത്തിച്ചു. അപ്പോഴേക്ക് അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റും രംഗത്തെത്തി. ഇനിയുള്ള കാലം നല്ല സിനിമയും കണ്ട് രാമനാമവും ജപിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ ഇന്നസെന്റ് മാഷിനെ ഉപദേശിച്ചു. അതിനുള്ള മറുപടിയുമായി മാഷെത്തി. ഇന്നസെന്റ് എന്നത് അയാളുടെ പേരിൽ മാത്രമേ ഉള്ളൂ. അയാൾ ധരിച്ചിരിക്കുന്നത് വൃദ്ധന്മാർക്കുള്ളതാണ് രാമനാമം എന്നാണ്. എന്നാൽ രാമനാമം ഭക്തന്മാർക്കുള്ളതാണ് എന്നത് അയാൾക്കറിയില്ല. പിന്നീട് മാഷ് പറഞ്ഞു, മോഹൻലാലും മമ്മൂട്ടിയും ഉണങ്ങിയ 2 വടവൃക്ഷം പോലെ നിൽക്കുകയാണ്. താഴെയുള്ളതൊന്നിനെയും വളരാൻ അത് അനുവദിക്കില്ല എന്നൊരാക്ഷേപവും. മാഷി വീണ്ടും ആക്ഷേപം തുടർന്നു. മാഷി തന്റെ മുടി കാണിച്ചുകൊണ്ട്, എനിക്ക് മുടി കുറവാണ്, ഇതെന്റെ സ്വന്തം മുടിയാണ്, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, ഇവരുടെയൊക്കെ വിഗ് എടുത്ത് മാറ്റിയാൽ ഇവർ വെറും കങ്കാളന്മാരാണെന്ന് മാഷ് പറയുന്നു. എന്നിട്ടും മാഷിന്റെ കലിപ്പ് തീരാതെ മോഹൻലാലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കോടതി കയറ്റി. മാത്രമല്ല, അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിക്ക് മാഷ് കത്തെഴുതുന്നു. ആദ്യത്തെ കത്ത് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തതിനെതിരെയായിരുന്നു. എന്നാൽ അതിന് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല. വീണ്ടും മാഷി തുടരെ ആന്റണിക്ക് കത്തെഴുതുന്നു. അടുത്ത കത്ത് കൂടുതൽ ആരോപണം നിറഞ്ഞതും ശക്തവുമായിരുന്നു. ഇവരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ടാക്സ് വെട്ടിപ്പിനെ കുറിച്ചുമായിരുന്നു അത്. ആ കത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രതിരോധ മന്ത്രി നേരിട്ട് ഫോർവേഡ് ചെയ്തത് കാരണം അതിന്റെ ഗൗരവം വളരെ കൂടുതലായിരുന്നു. അതിന്റെ ഫലമോ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീടുകളിലേക്കും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും ഇൻകം ടാക്സ് ഇടിച്ചുകയറി റെയ്ഡുകൾ ആരംഭിച്ചു. അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇവരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവരെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഈ 2 താരങ്ങളും മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആ സന്ദർഭത്തിലാണ് ഇവരുടെ രക്ഷകനായി തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി കടന്നു വരുന്നത്. അന്ന് ചിരഞ്ജീവി കേന്ദ്രമന്ത്രിയാണ്. ചിരഞ്ജീവി അവരെ ആശ്വസിപ്പിച്ചു. അവർ പെട്ട കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചു. ചിരഞ്ജീവി മലയാളത്തിലെ 2 ഉന്നത കലാകാരന്മാർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് സോണിയാഗാന്ധിയെ അറിയിക്കുന്നു. കാര്യങ്ങൾ ബോധ്യപ്പെട്ട സോണിയാഗാന്ധി നിമിഷ നേരം കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാൻ ജസ്റ്റിസ് കൃഷ്ണയ്യർ വരെ ഇടപെടേണ്ടി വന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ മഞ്ഞുരുകി ഒന്നാവുകയും ചെയ്തു. ആലപ്പി അഷ്റഫ് പറയുന്നു.